മഴ വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങിയിട്ട് എത്തിപ്പെട്ടത് നിലമ്പൂരിലുള്ള നെടുങ്കയം ഫോറസ്റ്റിലാണ്. ഈ നെടുങ്കയം ഫോറസ്റ്റിൽ എത്തി നമ്മൾ വണ്ടി നിർത്തി. അവിടെ ഒന്ന് രണ്ട് സ്റ്റാച്ചു കാണാം. ഈ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത ചോലനായ്ക്കർ വിഭാഗത്തിലുള്ള ആദിവാസികളാണ് ഈ കാട്ടിൽ മുഴുവൻ വസിക്കുന്നത്. വളരെ കുറഞ്ഞ 400ഓളം കുടുംബങ്ങളാണ് കേരളത്തിലാകെ ചോലനായ്ക്കർ അവശേഷിക്കുന്നതെന്നാണ് സർക്കാരിൻ്റെ കണക്ക് പറയുന്നത്. വണ്ടി നിർത്തി നമ്മൾ ഇവിടെ ഒരു പുഴ ഉണ്ട്, പുഴയ്ക്ക് കുറുകെ ഒരു പാലുണ്ട്. ആ പുഴയിൽ ഇറങ്ങരുതെന്ന് പ്രത്യേകമായ ബോർഡ് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷുകാരനാണ് അവിടെ മരിച്ചത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാട്ടിലേക്ക് നടക്കുകയാണ്, വണ്ടി പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ വലിയ തേക്കുകളുള്ള ഒരു കാടാണ്. ഇവിടുന്ന് നമുക്ക് തേക്കിൻ്റെ മരങ്ങളൊക്കെ നമുക്ക് ലേലം വിളിച്ച് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബ്രിട്ടീഷുകാർ അവർക്ക് തേക്കും അതുപോലുള്ള വനസമ്പത്തുകളൊക്കെ ഇവിടുന്ന് കടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് പാലങ്ങളും റെയിൽവേ ഒക്കെ നിർമ്മിച്ചത് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പാലം നിർമ്മിച്ചത് ഡേവിസൺ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ്. അയാൾ മരിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. ഈ പുഴയിൽ മുങ്ങി മരിച്ചു കുളിക്കുന്ന സമയത്ത് എന്നാണ് ചരിത്രം പറയുന്നത്. അയാളുടെ മൃതശരീരം ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. കാട് ഈ പ്രദേശത്ത് വെച്ച് അവസാനിക്കുകയാണ്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഏതായാലും വളരെ സന്തോഷകരമായി മഴ വൈബൊക്കെ ആസ്വദിച്ച് നല്ല രസത്തിലുള്ള ഒരു യാത്രയാണ് ഇന്ന് നടത്തിയത്. വളരെ ചുരുങ്ങിയ ചിലവിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഈ നിലമ്പൂരിലുള്ള നെടുങ്കയം ഫോറസ്റ്റ്.